2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. നായകനായി സൂര്യകുമാർ യാദവ് തന്നെ തുടരും. എന്നാൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അക്സർ പട്ടേലിനെയാണ് BCCI തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ സർപ്രൈസ് മുൻ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയതാണ്. സമീപകാലത്തെ മോശം ഫോമാണ് ഗില്ലിന് തിരിച്ചടിയായത്. പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ ഇഷാൻ കിഷൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തി. മലയാളി താരം സഞ്ജു സാംസൺ ഒന്നാം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലുണ്ട്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജുവിനെ പരിഗണിക്കാനാണ് സാധ്യത. ഇനി 15 അംഗ ടീമിനെ ഒന്ന് നോക്കാം. ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ്, വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ, ബാറ്റർമാരായി അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, റിങ്കു സിംഗ്, വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, ബൌളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരാണ് ടീമിലുള്ളത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിനുള്ള ശക്തമായ ഒരു നിരയെ തന്നെയാണ് അജിത് അഗാർക്കറും സംഘവും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗില്ലിനെ ഒഴിവാക്കിയതും സഞ്ജുവിനെ നിലനിർത്തിയതും ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.